ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 50 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ 14.2 കിലോ സിലിണ്ടറിന്റെ വിലയാണ് ഉയർത്തിയത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും പുതിയ വില ബാധകമാണ്. പദ്ധതിക്ക് കീഴിലുള്ള ഉപഭോക്താക്കൾ 500 രൂപയിൽ നിന്ന് 550 രൂപയും പദ്ധതിക്ക് പുറത്തുള്ളവർ 803 രൂപയിൽ നിന്ന് 853 രൂപയും ഇന്നു മുതൽ പാചകവാതക സിലിണ്ടറിന് നൽകണം. വില 2 ആഴ്ച കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന നടത്തുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകളുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്നും ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ പാചകവാതകത്തിന്റെ വില മെട്രിക് ടണ്ണിന് 415 മുതൽ $712 വരെയും വർദ്ധിച്ചു. എന്നാൽ ഈ വർധനവ് എണ്ണ കമ്പനികൾ ഏറ്റെടുക്കും. എണ്ണ കമ്പനികൾക്ക് ഇതുമൂലമുണ്ടായ നഷ്ടം നികത്താനാണ് LPGക്ക് 50 രൂപ വർദ്ധിപ്പിച്ചതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ഉപയോഗിക്കുന്ന LPGയുടെ 60% ഇറക്കുമതിയാണ്. അതിനാൽ LPGയുടെ വില അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 2024 ഓഗസ്റ്റിനു ശേഷം ആദ്യമായാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാലയളവിൽ രാജ്യാന്തര വിലയിൽ വർധന ഉണ്ടായതിനാൽ 3 പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നഷ്ടം നേരിട്ടതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. കൊള്ളയടിക്കൽ, വഞ്ചന എന്നിവ മോദി സർക്കാരിന്റെ പര്യായമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. UPA സർക്കാരിന്റെ കാലത്ത് LPG വില വർധനവിനെതിരെ മോദി പ്രതിഷേധിക്കുന്ന വീഡിയോ സാമൂഹ്യമാധ്യമമായ എക്സിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഖാർഗെയുടെ വിമർശനം. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ മുറിവിന് ഉപ്പ് പുരട്ടുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി.